ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇതാ എൻ്റെ മാമൻ്റെ മോനാണിത്, ശിവകരൻ. ഞങ്ങൾ അപ്പുട്ടൻ എന്ന് വിളിക്കും. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ വന്നതാണ്. ഞങ്ങൾ 2 ദിവസത്തിന് കൂട്ടിക്കൊണ്ടുവന്നതാണ് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ. അപ്പോൾ അതാ അപ്പുട്ടൻ, ഞങ്ങൾ അപ്പുട്ടൻ. അപ്പം ഞങ്ങൾ അപ്പുട്ടനേറ്റ് ഒരു കറക്കത്തിന് ഇറങ്ങിയതാണ്. അപ്പം ഞാനും ഹരിയും അപ്പുട്ടനും. ഓക്കെ, അപ്പം ഞങ്ങളെ പാവേൽ വഴി ഇങ്ങനെ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. ഏകദേശം പുറക്കാട്ട് എത്തിയിട്ടേ ഉണ്ടായുള്ളൂ. മഴയും കൂടി പെയ്തപ്പം പിന്നെ ഞങ്ങൾക്ക് വിശന്നു. അങ്ങനെ ഞങ്ങൾ ചൂട് ചായയും നല്ല അടിപൊളി പപ്സും സവിനേഷ് ബേക്കറിയിൽ നിന്ന് കഴിച്ച ശേഷമാണ് പിന്നെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോയത്. അത് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് കോഴിക്കോടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സ്ഥലം, അതായത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ലൈവായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യണത്. അതും നല്ല എനർജറ്റിക് ആയിട്ട് ഞാനും അപ്പുട്ടനും ഹരിയും കൂടിയുള്ള ഒരുപാട് മെമ്മറീസ് ഉള്ള വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അറിഞ്ഞത് ആ വോയിസ് ഒന്നും ഇതിൽ ഫീഡായിട്ടില്ല. ഞാനാണെങ്കിലും ഹരിയാണെങ്കിലും ബീച്ചിൽ വരിക, ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഞങ്ങൾക്ക് തീരെയില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ 3 പേരും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കുറേ നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നല്ല ബ്രീസി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുപ്പുമുണ്ട്, മഴ പെയ്യണമില്ല, നല്ല മേഘമൊക്കെ കൂടി നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അടുത്ത നേരെ വിട്ടു ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക്. അതും അപ്പുട്ടനെ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോൾ തന്നെ പറയാൻ തുടങ്ങി ഹൈലൈറ്റ് മാളിൽ എപ്പോഴാണ് പോവുക, ഹൈലൈറ്റ് മാളിൽ എപ്പോഴാണ് നമ്മൾ പോവുക. അപ്പോൾ അത് കേട്ടുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും എവിടെ പോയില്ലെങ്കിലും ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ പോകണം എന്ന് ആദ്യം ഡിസൈഡ് ചെയ്തിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വിട്ടു ഗെയിം സോണിലേക്ക്. അപ്പുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പുട്ടൻ ആദ്യമായിട്ടാണ് ഗെയിം സോണിലേക്ക് പോകുന്നത്. ടി വിയിൽ മാത്രം കണ്ടിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങളാണെങ്കിലും ആദ്യമായിട്ടാണ് അവിടെ കയറുന്നത്. സോ അപ്പുട്ടൻ ഈസ് സെറ്റ് ടു ഗോ. ഞാൻ ഭയങ്കര കൗതുകത്തോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനും നമ്മളെ പണ്ടത്തെ ഒരു ജനറേഷനും നമ്മളെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള സമയം നമ്മളെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്ന്. അവർ മെമ്മറീസ് ആർ ഓൾവേസ് ദ ബെസ്റ്റ് ആൻഡ് ബ്ലിസ്ഫുൾ ഫോർ അസ്. ഈ ഒരു ജനറേഷനും നമ്മളൊരു ജനറേഷനിലെ ചൈൽഡ്ഹുഡ് ടൈം ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മളത് നോക്കിക്കാണുന്നത് നമ്മളൊരു ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഒക്കെ വെച്ചിട്ടാണ്. അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു എൻജോയ്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ തിയറി. അതായത് എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു മൂമെൻറ്റ് എൻജോയ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്. നമ്മളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മളതെങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന്. നമുക്ക് ചെയ്യേണ്ട ആ കാര്യം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ചെയ്യുക. ഗെയിം സോണിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഗൺ ഷോട്ട് കണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 വർക്കായില്ല. പക്ഷേ ഹരി അത്യാവശ്യം ബോൾസൊക്കെ വീഴ്ത്തിയോണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കൂപ്പണും കിട്ടി. ഞങ്ങൾ ഓൾറെഡി ഫിലിമിന് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ട്രാക്ക്ലെസ് ട്രെയിന് എൻജോയ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു മിറാജിലേക്ക്. ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന മൂവി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഓരോ ആൾക്കാർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. ഞാനാണെങ്കിലും ഹരിയാണെങ്കിലും അൾട്ടിമേറ്റ്ലി വി എൻഡ് അപ്പ് ടു മൂവീസ്. ഞാൻ പണ്ട് മുതലേ ഒരു മൂവി പേഴ്സൺ ഒന്നുമല്ല. പക്ഷേ ഹരീൻ്റെ കൂടെ കൂടിയ ശേഷമാണ് കുറച്ചുകൂടെ മൂവീസ് കാണാനും കുറേ ജോണേഴ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഹരീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ മൂവി എൻതൂസിയാസ്റ്റ്. ഹരീൻ്റെ കൂടെ കൂടിയ ശേഷമാണ് ഞാൻ അത്രയും മൂവീസ് കാണാൻ തുടങ്ങിയത്. അതുമാത്രമല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാൻ തുടങ്ങിയത്. ഞാൻ 26 കൊല്ലം കല്യാണത്തിന് മുന്നേ കണ്ട അത്ര തന്നെ മൂവീസ് ഞാൻ ഈ 4 ഇയേഴ്സിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തന്നെ അറിയാലോ ഹരി എത്രത്തോളം മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മൂവി ഒരു ഓക്കെ മൂവിയായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു ഫിൽ അവർ ടമ്മി ഫോർ അവർ കംപ്ലീറ്റ് ഹാപ്പിനെസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വിട്ടു ടോപ്പ് ഫോമിലേക്ക്. എപ്പോൾ പോയാലും നല്ലൊരു ആംബിയൻസ്, നല്ല ഭക്ഷണം, നല്ല സർവീസുള്ളൊരു ഹോട്ടലാണ് ടോപ്പ് ഫോം. അതുകൊണ്ട് തന്നെ അപ്പുട്ടനെയും ഞങ്ങൾക്ക് അവിടെ തന്നെ കൊണ്ടുപോകാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളൊരു കുട്ടി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ഓക്കെ ദെൻ ബൈ.